ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഗെയിം ഓഫ് ത്രോൺ സീസൺ 1 എപ്പിസോഡ് നമ്പർ 3 ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് അവസാനം നമ്മൾ കണ്ടതാണ് ബ്രാൻ കണ്ണ് തുറക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിച്ചത്. ഈ എപ്പിസോഡ് എന്തായിരിക്കും നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റാർക്കിൻ്റെ മകൾ ആര്യയും എല്ലാവരും കൂടി വിൻ്റർഫെല്ലിലോട്ട് വരികയാണ്. അങ്ങനെ വിൻ്റർഫെല്ലിലോട്ട് എത്തുന്ന സമയത്ത് തന്നെ സ്റ്റാർക്കിനെ ഒരു ഭടം വന്ന് സ്വീകരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെ വന്ന് എത്തിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ ആ അസംബ്ലി ഹാളിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ മക്കളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ വേഗം റൂമിലോട്ട് പൊക്കാൻ വേണ്ടി സ്റ്റാർക്ക് പറയുകയാണ് കേട്ടോ. അങ്ങനെ സ്റ്റാർക്കിനെയും കൂട്ടിക്കൊണ്ട് ആ ഭടൻ നേരെ ആ ഒരു റൂമിലോട്ട് പോവുകയാണ്. ഇതേ സമയത്ത് ത്രോണിൻ്റെ അടിയിൽ, അതായത് ഗെയിം ഓഫ് ത്രോൺ എന്ന് പറഞ്ഞാൽ ത്രോണിൻ എന്ന് പറഞ്ഞാൽ ഒരു കിങ്സിൻ്റെ ഒക്കെ ഇരിക്കുന്ന ഒരു കസേരയാണ്. അവിടെ ജെയ്മി ലാൻസ്റ്റർ ഉണ്ടാവും. ജെയ്മി ലാൻസ്റ്റർ പറയുകയാണ്, നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിൻ്റെ അച്ഛനെയും നിൻ്റെ അനിയനെയും കൊന്നു കളഞ്ഞത് മാഡ് കിങ് ആണ്. അവസാനം മാഡ് കിങ്ങിൻ്റെ മുതുകത്ത് ഞാൻ കുത്തുമ്പോൾ ഞാൻ അവരെ കൊന്ന പ്രതികാരത്തിന് ഞാൻ അവരെ കൊന്നതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർക്ക് പറയുകയാണ്, നീ ഇതാണ് ഉറക്കത്തിൽ കിടന്ന് ആലോചിച്ച് അഭിമാനം കൊള്ളുന്നതെന്ന് പറയുമ്പോൾ അത് നമ്മൾ ജെയ്മി ലാൻസ്റ്ററിനൊന്ന് കളിയാക്കുന്ന പോലെ എനിക്ക് തോന്നുകയാണ് കേട്ടോ. ഇതേ സമയത്ത് അവർ കുറച്ചേരം സംസാരിച്ച് ഇങ്ങനെ കച്ചറാവുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇഷ്ടമല്ല. ഇതേ സമയത്ത് നമ്മൾ സ്റ്റാർക്കിൻ്റെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് നേരെ അസംബ്ലി ഹാളിലോട്ട് പോകാമെന്ന് പറയുകയാണ്. അസംബ്ലി ഹാൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോഡ്സും കാര്യങ്ങളും എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നേരെ അസംബ്ലി ഹാളിലോട്ട് ആ ഒരു അസംബ്ലി നടക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. ഇതേ സമയത്താണ് അവിടെ ഒരു മൊട്ടേനെ കാണാം. ആ മുട്ടയുടെ പേരാണ് ലോർഡ് വാരിസ്. അപ്പോൾ ലോർഡ് വാരിസ് പറയുകയാണ്, രാജകുമാരൻ്റെ കയ്യിൽ പട്ടി കടിച്ചതിന് എനിക്ക് നല്ല വിഷമമുണ്ട്. നിനക്ക് അത് മാത്രമുള്ളൂ വിഷമമുള്ളൂ. അവിടെ ഒരു ഇറച്ചി വെട്ടുകാരനെ കൊന്നു കളഞ്ഞല്ലോ, അവൻ്റെ മകനെ കൊന്നു കളഞ്ഞു, അതിന് നിനക്കൊന്നും വിഷമമില്ലേ? ഇതേ സമയത്ത് നമ്മുടെ വേറെ ഒരുത്തനെ പോയി കെട്ടിപ്പിടിക്കുകയാണ് സ്റ്റാർക്ക്. അങ്ങനെ അവിടെ ഒരു ലിറ്റിൽ ഫിംഗർ, അതായത് ഇവനാണ് ലിറ്റിൽ ഫിംഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വഴിയെ നോക്കാം, അവൻ വേറെ ലെവലൊരു കഥാപാത്രമാണ് ലിറ്റിൽ ഫിംഗർ. അവനൊന്നും നിങ്ങൾ ചെറുതായി നോക്കി വെച്ചേക്കും. അങ്ങനെ ഓരോ കാലൊക്കെ അവിടെ സംസാരിച്ചിരിക്കുകയാണ്. ഇതേ സമയത്ത് സ്റ്റാർക്കിന് അവിടെയുള്ള ഒരു പ്രായമായ ഒരാൾ, അതായത് കിങ് ഓഫ് ഹാൻഡിൻ്റെ ഒരു സിമ്പിൾ കൊടുക്കുകയാണ്. ഇനി മുതൽ നീയാണ് കിങ് ഓഫ് ഹാൻഡ്, നീ ഈ സിമ്പിൾ ധരിച്ചിട്ട് വേണം ഇനി എപ്പോഴും നടക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞ് ആ പ്രായമായ ആൾ കൊടുക്കുകയാണ് നമ്മുടെ സ്റ്റാർക്കിന് കേട്ടോ. അങ്ങനെ സ്റ്റാർക്ക് അത് വാങ്ങുകയും സ്റ്റാർക്ക് മേത്ത് ഇപ്പോൾ ധരിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ അടുത്തതായിട്ട് അവിടെ ഇങ്ങനെ അസംബ്ലി നടക്കുന്ന സമയത്ത് അവിടെ വലിയൊരു പരിപാടി നടക്കാൻ വേണ്ടി പോവുകയാണ്. ആ പരിപാടിനെ കുറിച്ചുള്ള ചിലവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റാർക്കിന് ആദ്യമായിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റാർക്ക് പറയുകയാണ്, ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇത്രയും പൈസ ചിലവാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, പരിപാടികളൊക്കെ നമ്മൾ നല്ല രീതിക്ക് നടത്തണമെന്ന് അവർ പറയുകയാണ്. അപ്പോൾ സ്റ്റാർക്ക് ചോദിക്കുന്നുണ്ട്, നമ്മൾ കളക്ട് ചെയ്ത പൈസയ്ക്ക് എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അത് രാജാവും മുന്നത്തെ കിങ് ഓഫ് ഹാനോട് ദൂർത്തടിച്ച് കളഞ്ഞെന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാർക്ക് അത് വിശ്വസിക്കുന്നുമില്ല. ഒരിക്കലും കിങ് അങ്ങനെ ചെയ്യില്ല എന്ന് നമ്മുടെ സ്റ്റാർക്ക് പറയുകയാണ്. അവിടെ നിന്ന് നേരെ സീൻ കട്ടായിട്ട് കാണിക്കുന്നത് നമ്മുടെ സെഴ്സീനെയും ജോഫ്രീനെയാണ്. അപ്പോൾ ജോഫ്രി ചോദിക്കുന്നുണ്ട്, അമ്മേ ഞാൻ സ്റ്റാർക്കിൻ്റെ മകളെ കല്യാണം കഴിക്കണമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജോഫ്രിയുടെ അടുത്ത് പറയുകയാണ്, നീ ഒരു കിങ് അല്ലേ, നീ എന്തായാലും കല്യാണം കഴിച്ചേ പറ്റൂ, നിനക്കൊരു അനന്തരാവകാശം ഉണ്ടായേ പറ്റൂ, പക്ഷേ നിനക്ക് ഏത് പെണ്ണുങ്ങളായിട്ട് വേണമെങ്കിൽ ഭ്രമിക്കാം. നല്ല അമ്മ, നല്ല ഉപദേശമാണ് മകന് കൊടുക്കുന്നത്. അങ്ങനെ അവനതെല്ലാം ഇങ്ങനെ കേട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവനക്ക് ശരിക്കും നമ്മുടെ സ്റ്റാർക്കിൻ്റെ മകളെ കല്യാണം കഴിക്കുന്ന പോലെ താല്പര്യമൊന്നുമില്ല. പക്ഷേ ചെറുപ്പത്തിലെ ഇതിങ്ങനെ ഉറപ്പിച്ച് വെച്ചതുകൊണ്ടും ഇവനിക്ക് ഇതിന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറ്റാത്തതുകൊണ്ടുമാണ് കേട്ടോ ഈ വിവാഹത്തിന് തയ്യാറാകുന്നത്. അങ്ങനെ അമ്മയാണെങ്കിൽ നല്ല ഉപദേശമാണ് മകനിക്ക് ചെയ്തു കൊടുക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ ജോഫ്രീനെ കാണിക്കുകയാണ്. ജോഫ്രി ഓരോ കാലിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതായത് വേറെ ആരോടുമല്ല, നമ്മുടെ സ്റ്റാർക്കിൻ്റെ മകളോടാണ് ഓരോ കാലിൽ സംസാരിക്കുന്നത്. അങ്ങനെ ഇതേ സമയത്ത് നമ്മുടെ സെഴ്സി പറയുക, മതിയാക്കെന്ന് പറയുന്നു. ഇതേ സമയത്താണ് നമ്മുടെ ആര്യക്ക് ഇവളോട് ശരിക്കും ദേഷ്യമാണ്. കാരണം ആര്യയുടെ അടുത്ത് അവൾ കള്ളം പറഞ്ഞ ശരിക്കും ആ ഇറച്ചി വെട്ടുകാരൻ്റെ മകൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൾ ജോഫ്രിയുടെ കയ്യിരിപ്പും കൊണ്ടും ജോഫ്രീന് ഇഷ്ടമുള്ള സ്റ്റാർക്കിൻ്റെ വേറൊരു മോളുടെ കള്ളത്തരം മാത്രമായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇപ്പോൾ സംഭവിച്ചതും. ഇതേ സമയത്ത് നമ്മുടെ സ്റ്റാർക്കിന് ശരിക്കും അറിയാം നമ്മുടെ ജോഫ്രിയാണ് കുറ്റക്കാരനെന്ന്. അങ്ങനെ സ്റ്റാർക്ക് അവിടെ വന്ന് ഇരുന്ന് മൂത്ത മകളോടൊപ്പം ഓരോ കാലം ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ അവൾക്കൊരു പാവയും കൊടുക്കുകയാണ്. ഇതേ സമയത്ത് ആര്യയാണെങ്കിൽ ജോൺസ്നോ കൊടുത്ത ആ വാൾ, അതായത് നീഡിൽ എന്ന് പറഞ്ഞാൽ ആ വാളെടുത്ത് ഇങ്ങനെ പരിശീലന സമയത്തായിരിക്കും അച്ഛനങ്ങോട്ട് വരുന്നത്, അതായത് നമ്മുടെ സ്റ്റാർക്ക് അങ്ങോട്ട് വരികയാണ്. അങ്ങനെ സ്റ്റാർക്ക് നമ്മുടെ ആര്യനോട് പറയുന്നുണ്ട്, നീ ഒരിക്കലും നിൻ്റെ ചേച്ചിനോട് ദേഷ്യപ്പെടരുത്. കാരണം അവൾ ഒരു ദിവസം ജോഫ്രിയുടെ ഭാര്യയാവാൻ പോകേണ്ട ഒരാളാണ്. അവൾക്ക് ജോഫ്രിയുടെ ഒപ്പം നിന്നാൽ മാത്രമാണ് പറ്റുകയുള്ളൂ. ഇതേ സമയത്ത് നമ്മുടെ ആര്യ പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് അവളോട് വിഷമമൊന്നുമില്ല, ദേഷ്യവുമില്ല, പക്ഷേ അവൾ ചെയ്ത തെറ്റായതുകൊണ്ട് മാത്രമാണ് എനിക്ക് അവളോട് വിഷമമുള്ളത്. നീ വാൾ വെച്ച് ഒരിക്കലും നിൻ്റെ ചേച്ചീനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കരുതെന്ന് പറയുമ്പോൾ നമ്മുടെ ആര്യ പറയുക, ഒരിക്കലുമില്ല അച്ഛാ, അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ചില സമയത്തുള്ള സ്വഭാവം മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് നമ്മുടെ ആര്യ പറയുകയാണ് കേട്ടോ. അങ്ങനെ സ്റ്റാർക്ക് പറയും, എല്ലാം ശരിയാകുമെന്ന് നമ്മുടെ സ്റ്റാർക്ക് നമ്മുടെ ആര്യനോട് പറയുകയാണ്. അവളുടെ കാര്യത്തേക്ക് നീ ഇടപെടാൻ നിൽക്കണ്ടെന്നും കൂടി നമ്മുടെ സ്റ്റാർക്ക് നമ്മുടെ ആര്യനോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആര്യനെ സമാധാനപ്പെടുത്തുകയാണ്. എല്ലാം ശരിയാകും, അത് അവൻ്റെ വിധിയാണ് അവൻ മരിക്കാൻ കാരണമെന്ന് നമ്മുടെ ആര്യയുടെ അടുത്ത് പറയുകയാണ്. നമ്മൾ എപ്പോഴാണ് അച്ഛനെ തിരിച്ചു പോകുന്നത്, നമുക്ക് തിരിച്ചു പോകാമെന്നും നമ്മുടെ സ്റ്റാർക്ക് ആര്യനോട് പറയുന്നുണ്ട്. അപ്പോൾ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആ ഒരു സാധനം എടുത്ത് നമ്മുടെ ആര്യയുടെ കൊടുത്തിട്ട് നേരെ സ്റ്റാർക്ക് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അവിടെ നേരെ സീൻ കട്ടായിട്ട്
നമ്മുടെ ബ്രാനെയാണ് കാണിക്കുന്നത്. ബ്രാനാണെങ്കിൽ ഇപ്പോൾ ഒറ്റയ്ക്കാണ്, അമ്മയുമില്ല, സഹോദരന്മാർ ആരുമില്ല. ആ ഒരു മുത്തശ്ശി നമ്മുടെ ബ്രാനോട് ചോദിക്കുകയാണ്, നീ എന്താ വിഷമിച്ചിരിക്കുന്നത്? എൻ്റെ അച്ഛനും പോയി, എൻ്റെ അമ്മയും പോയി. ഇതേ സമയത്ത് ആ മുത്തശ്ശി പറയുകയാണ്, നീ എന്തിനാണ് വിഷമിക്കുന്നത്? അപ്പോൾ മുത്തശ്ശി അടുത്തൊരു കഥ പറഞ്ഞ് തരാൻ വേണ്ടി പറയുമ്പോൾ, വിൻ്റർ വരാൻ പോവുകയാണ്, നമ്മളിനി പേടിക്കേണ്ട സമയമാണ്, വൈറ്റ് വാക്കേഴ്സ് എന്തായാലും വരുമെന്ന് പറയുകയാണ് കേട്ടോ. ശരിക്കും വൈറ്റ് വാക്കേഴ്സ് ആരായിരിക്കുമെന്ന് നിങ്ങൾക്കിപ്പോൾ ഒരു സംശയമുണ്ടാകും. അത് നമുക്ക് വഴിയെ നോക്കാം കേട്ടോ. അങ്ങനെ മുത്തശ്ശി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും നമ്മുടെ ബ്രാൻ പറയുകയാണ്, എനിക്ക് ഇനി ആരുമില്ല എന്ന് പറയുന്ന സമയത്തായിരിക്കും അവൻ്റെ മൂത്ത ചേട്ടൻ അങ്ങോട്ടേക്ക് വരികയാണ്. നീ എന്തിനാണ് വിഷമിക്കുന്നത്? ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ? നമുക്ക് പഴയ പോലെ തന്നെ നിനക്ക് എല്ലാ കാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് അവിടെ മൂത്ത ഒരു സഹോദരൻ, അതായത് സ്റ്റാർക്കിൻ്റെ ഏറ്റവും മൂത്ത സഹോദരൻ, അതായത് മകൻ ബ്രാനോട് പറയുകയാണ്. അവിടെ നേരെ സീൻ കട്ടായിട്ട്, അതായത് നമ്മുടെ സ്റ്റാർക്കിൻ്റെ ഭാര്യയാണെങ്കിൽ നേരെ വിൻ്റർഫെല്ലിൽ നിന്ന് കിങ്സ് ലാൻഡിലോട്ട് വരികയാണ്. കാരണം സ്റ്റാർക്കിൻ്റെ മകനെ ആക്രമിച്ചത് കിങ്സ് ലാൻഡിലുള്ള ആ കുള്ളനാണെന്നാണ്, ജെയ്മി ലാനിസ്റ്റർ ആണെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അങ്ങനെ ആരും അറിയാണ്ടാണ് അവർ വന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരാൾ അവരെ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് ഒരു റേവൺ കൊടുത്തിട്ട് ആ ഒരു ബ്രോത്തലിലോട്ട് വരാൻ വേണ്ടി പറയുകയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ലിറ്റിൽ ഹാൻഡാണ്. അങ്ങനെ അവനെ, അതായത് അവൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്, ഭയങ്കര കുശാഗര ബുദ്ധിയാണ്. അവനിക്ക് ഒരിക്കലും യുദ്ധം ചെയ്ത് ഒരിക്കലും ജയിക്കാൻ വേണ്ടി പറ്റില്ല, പക്ഷേ എല്ലാവരും ചതിച്ചാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ സ്റ്റാർക്കിൻ്റെ ഭാര്യ പറയുകയാണ്, എൻ്റെ മകനെ കൊന്നത് ഇവിടെയുള്ള ഒരാളാണ്, പക്ഷേ ആരാന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ ഒരു കത്തി മാത്രമാണ് എൻ്റെ കയ്യിലുള്ളൂ. ഇതേ സമയത്ത് ആ മുട്ട അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ആ മുട്ട പറയുകയാണ്, ഈ കത്തി എനിക്കറിയാലോ, ഈ കത്തി നമ്മുടെ ലിറ്റിൽ ഫിംഗറിൻ്റെ കത്തിയാണല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ലിറ്റിൽ ഫിംഗർ പറയുകയാണ്, ഇത് എൻ്റെ കത്തിയായിരുന്നു, പക്ഷേ ഞാനിത് ടൈറൻ ലാനിസ്റ്ററിന് കൈമാറുകയും ചെയ്തിരുന്നു പറയുകയാണ്. ഒരു കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ടാണ് ടൈറൻ ലാനിസ്റ്ററിന് ഞാൻ ഈ കത്തി കൈമാറിയെന്ന് നമ്മൾ ലിറ്റിൽ ഫിംഗർ പറയുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റാർക്കിൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാവുകയാണ്, നമ്മുടെ ടൈറൻ ലാനിസ്റ്റർ ആണ് നമ്മുടെ ബ്രാനെ കൊല്ലാൻ വേണ്ടി വിചാരിച്ചതും കൊല്ലാൻ വേണ്ടി മുകളിൽ തള്ളിയിട്ടെന്നൊക്കെ നമ്മുടെ സ്റ്റാർക്കിൻ്റെ ഭാര്യ ഇപ്പോൾ ഇങ്ങനെ വിശ്വസിക്കുകയാണ്. അവിടെ നിന്ന് നേരെ സീൻ കട്ടായിട്ട് കാണിക്കുന്നത് നമ്മുടെ വാളാണ് കാണിക്കുന്നത്. നമ്മുടെ ജോൺ സ്നോ ആണെങ്കിൽ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. കാരണം കുറേ ആൾക്കാർ ഇങ്ങനെ നൈറ്റ് വാക്സിലോട്ട് വന്നിട്ടുണ്ട്. കാരണം ആ ഒരു മതിലിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. കാരണം അതായത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് ട്രെയിൻ ചെയ്തിട്ട് അവർ നല്ലൊരു പരിശീലന ആളാക്കി മാറ്റാൻ വേണ്ടിയാണ്. ഇതേ സമയത്ത് നമ്മുടെ ജോൺ സ്നോനെ അടിക്കാൻ വേണ്ടി വരുന്നവരൊക്കെ, ജോൺ സ്നോ നല്ല ട്രെയിൻ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ജോൺ സ്നോയൊക്കെ അടിച്ച് നേരെ താഴ്ത്തിടുകയാണ് കേട്ടോ. അങ്ങനെ ജോൺ സ്നോ ഒരു അത്യാവശ്യം നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്യുകയാണ്. ഇതേ സമയത്താണ് നമ്മുടെ സ്റ്റാർക്കിനെ കാണിക്കുകയാണ്. സ്റ്റാർക്ക് അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു പ്രായമായ ഒരാൾ അങ്ങോട്ട് വന്നിട്ട് നമ്മൾ സ്റ്റാർക്കിനോട് പറയുകയാണ്, ഇവിടെയുള്ള ഒരാളെ നീ വിശ്വസിക്കരുത്, നിനക്ക് ഒരു റേവൺ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ റേവൺ കയ്യിലോട്ട് കൊടുക്കുകയാണ്. ആ റേവണിൽ വേറെ ഒന്നുമല്ല, നമ്മുടെ സ്റ്റാർക്കിൻ്റെ ഭാര്യ, അതായത് സ്റ്റാർക്കിൻ്റെ ഭാര്യ പറയുകയാണ്, ഞാൻ കിങ്സ് ലാൻഡിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ റേവണാണ് ഇപ്പം നമ്മുടെ സ്റ്റാർക്ക് വായിക്കുന്നത് കേട്ടോ. അങ്ങനെ സ്റ്റാർക്ക് ആ റേവൺ വായിച്ചതോട് കൂടി തന്നെ നമ്മൾ ലിറ്റിൽ ഫിംഗർ അങ്ങോട്ടേക്ക് വരികയാണ്. ഇതേ സമയം ലിറ്റിൽ ഫിംഗർ പറയുകയാണ്, നിങ്ങൾ എൻ്റെ പുറകെ വരാൻ വേണ്ടി പറഞ്ഞ് നമ്മുടെ സ്റ്റാർക്കിനെ വിളിക്കുകയാണ്. അങ്ങനെ സ്റ്റാർക്ക് അവിടെ അവൻ്റെ ബ്രോത്തിൽ ചെല്ലുമ്പോൾ തന്നെ നേരെ ഭിത്തിയും വെച്ചെടുത്ത് പറയും, എവിടെയാണ് എൻ്റെ ഭാര്യ, മര്യാദക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നീ മനസ്സിലാക്കും, എന്നൊന്നും ചെയ്യലേ എന്ന് പറയും. ഇതേ സമയത്ത് തന്നെ സ്റ്റാർക്കിൻ്റെ ഭാര്യ പറയുകയാണ്, നിങ്ങൾ എന്താണ് അവനൊന്നും ചെയ്യില്ല, നിങ്ങൾ അകത്തോട് നേരെ കയറി വരാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. അവിടെ സീൻ കട്ടായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഗ്രേറ്റ് വാളാണ് കാണിക്കുന്നത്. ഗ്രേറ്റ് വാളിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ജോൺസ്നോ അടിച്ച് തരിപ്പണാക്കിയില്ലേ, അവരാണെങ്കിൽ നമ്മുടെ ജോൺസ്നോനെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. കഴുത്തിൽ കത്തി വെച്ചിട്ട് പറയുന്നുണ്ട്, എടാ നീ എന്നെ ഉപദ്രവിച്ചില്ല, നിന്നെ ഇവിടെ കഴുത്തറുത്തിട്ട് കൊന്നാൽ ആരും ചോദിക്കാൻ വേണ്ടി പറ്റില്ല. ഇതേ സമയത്ത് ടൈറൻ ലാൻസ്റ്റർ അങ്ങോട്ട് പറയുകയാണ്, മക്കളെ അവനെ വെറുതെ വിട്ടേക്ക്, ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇവിടെ മരിച്ച് വീഴും, ഞാൻ ആരാന്നറിയാലോ, ഞാനൊന്ന് ഞൊടിച്ചാൽ മതി, നിൻ്റെ കഴുത്തോട് അറുത്തിടുമെന്ന് നമ്മൾ ടൈറൻ ലാനിസ്റ്റർ പറയുകയാണ് കേട്ടോ. അങ്ങനെ ജോൺ സ്നോനെ അവർ വിടുകയാണ്. അങ്ങനെ ജോൺ സ്നോനോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഈ അടുത്ത ദിവസം തന്നെ തിരിച്ച് കിങ്സ് ലാൻഡിലോട്ട് പോവുകയാണ്, നിനക്കതിൽ സഹായം ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സഹോദരൻ ബ്രാനെ കയറി കണ്ടിട്ട് അവനക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കണം. ഇതേ സമയത്ത് അവനക്ക് ഒരു റൈവൺ വന്നിട്ടുണ്ടാകും. ആ റൈവൺ നേരെ നമ്മുടെ ജോൺ സ്നോന് കൊടുക്കുകയാണ് നമ്മുടെ ടൈറൻ ലാനിസ്റ്റർ. അവിടെ നിന്ന് നേരെ സീൻ കട്ടായിട്ട് കാണിക്കുന്നു, നമ്മുടെ സ്റ്റാർക്കിനെയും സ്റ്റാർക്കിൻ്റെ വൈഫിനെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ സ്റ്റാർക്കിൻ്റെ അടുത്ത് പറയുകയാണ്, നീ എന്തായാലും കണ്ടുപിടിക്കണം നമ്മുടെ ബ്രാനെ ആരാണ് കൊന്നതെന്ന്, അതായത് ബ്രാനെ ആരെ തള്ളിയിട്ടെന്ന് നീ മനസ്സിലാക്കണം. ഇതേ സമയം ലിറ്റിൽ ഫിംഗർ പറയുകയാണ്, നിങ്ങളുടെ ഭർത്താവിന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്ത് കൊടുക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാർക്കിൻ്റെ ഭാര്യ പറയുകയാണ്, നിന്നെ ഞാൻ ആദ്യമേ വിശ്വസിച്ചില്ല, പക്ഷേ ഞാൻ ഇപ്പം നിന്നെ വിശ്വസിക്കുമെന്ന് പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ സെഴ്സി, അതായത് ടൈനി ലാനിസ്റ്ററുമാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും ചെറിയൊരു അവിഹിത ബന്ധമൊക്കെ ഉണ്ട്, അതായത് ഇവർ തമ്മിൽ ശാരീരിക ബന്ധമൊക്കെ നടക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ ഓരോ കാലമൊക്കെ സംസാരിക്കുകയാണ്, ബ്രാൻഡിനെ കുറിച്ച് സംസാരിക്കുക, ആ ചെറുക്കൻ മരിച്ചിട്ടൊന്നുമില്ല, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, അതൊന്നും ഞാൻ നോക്കിക്കോളാമെന്ന് നമ്മുടെ ടൈനി ലാനിസ്റ്റർ പറയുകയാണ്. ഇതേ സമയത്ത് സീൻ കട്ടായിട്ട് കാണിക്കുന്നത് നമ്മുടെ സ്റ്റാർക്കിനെയും സ്റ്റാർക്കിൻ്റെ ഭാര്യയുമാണ് കേട്ടോ. അങ്ങനെ സ്റ്റാർക്കിൻ്റെ അടുത്ത് പറഞ്ഞ് സൂക്ഷിച്ച് നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരു ഉമ്മ കൊടുത്ത് അവിടെ നിന്ന് സീൻ കട്ടായിട്ട് നേരെ കാണിക്കുന്നത് നമ്മുടെ ദൊത്രാക്കി പറയാനാണ് കാണിക്കുന്നത്.
അങ്ങനെ ഡെനേരീസ് ആണെങ്കിൽ ഒരു കാര്യം പറയുകയാണ്, എല്ലാവരും ഇവിടെ തന്നെ നിൽക്കണം, ഞാൻ വരണ വരെ ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ എത്ര നേരം നമ്മളിവിടെ നിൽക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരണ വരെ നിൽക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്, എനിക്കൊന്ന് കാട്ടിലോട്ടൊന്ന് പോകണമെന്ന് നമ്മുടെ ഡെനേരീസ് പറയുകയാണ് കേട്ടോ. ആ ഡെനേരീസിൻ്റെ ഒരു ആജ്ഞ, അതായത് ഡെനേരീസ് ഇപ്പോൾ രാജകുമാരിനെ പോലെ ഇങ്ങനെ ആജ്ഞാപിക്കാൻ വേണ്ടി തുടങ്ങിയല്ലോ. ഇതേ സമയത്ത് ഡെനേരീസ് പറയുകയാണ്, ഞാൻ രാജകുമാരിയല്ല, ഞാൻ കലീസയാണ്. കാരണം ഈ ദൊത്രാക്കികളുടെ ആൾക്കാരെ കലീസ എന്നാണ്, രാജകുമാരി കലീസ എന്നാണ് പറയുന്നത്. ഇതേ സമയത്ത് ഏർഗൻ, അതായത് നമ്മുടെ ഡെനേരീസിൻ്റെ സഹോദരനാണെന്ന് പറയുകയാണ്, നീ എനിക്ക് നേരെ ഉത്തരവിടാൻ തുടങ്ങിയോടി എന്ന് പറഞ്ഞ് അവളുടെ കൈത്തിൽ കയറി പിടിച്ചിട്ട് പറയും, ഈ 7 രാജ്യത്തിൻ്റെ തലവൻ ഞാനാണ്, ഞാൻ പറഞ്ഞത് മര്യാദക്ക് നീ കേട്ടോളാം, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് സ്വന്തം സഹോദരിയോട് പറയുകയാണ്. ഇതേ സമയത്താണ് വേറെ ഒരുത്തവൻ കഴുത്തിൽ കുരുക്കിട്ട് അവനെ വലിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ ഡെനേരീസ് പറയുക, അവനൊന്നും ചെയ്യേണ്ടെന്ന് പറയുകയാണ്. ശരിക്കും അവർ കലീസയാണ്, അതായത് നമ്മുടെ ഡെനേരീസ് രാജ്ഞിയാണ്. രാജ്ഞിനെ ആര് ഉപദ്രവിച്ചാലും അത് രാജ്യത്തിനെതിരാണല്ലോ. അങ്ങനെ അവനെ കഴുത്തിൽ കുരുക്കിട്ടിട്ട് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് വിട്ടേക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ നേരെ സീൻ കട്ടായിട്ട് നമ്മുടെ ജോൺ സ്നോ നേരെ വാളിൻ്റെ മുകളിലോട്ട് ഒരു ലിഫ്റ്റിൽ കയറി മുകളിലോട്ട് പോവുകയാണ്. ഏറ്റവും നല്ല ഉയരമുള്ള വാളാണ്. അത് എന്തിനെ കെട്ടിയിരിക്കുന്നതെന്നും നമുക്ക് വഴിയെ നോക്കാം. അവിടെ അങ്കിൾ ബെഞ്ചിൻ ഉണ്ടാവും. അങ്കിൾ ബെഞ്ചിനെ പോയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്കിൾ ബെഞ്ചിൻ പറയുന്നുണ്ട്, ഞാൻ നാളെ ഈ വാളിൻ്റെ പുറത്തോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്, കാട്ടിൻ്റെ അകത്ത് നിന്ന് എന്തോ ശബ്ദമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, അവിടെ പോയി നോക്കിയാൽ മാത്രമാണ് അത് മനസ്സിലാവുക. അപ്പോൾ ജോൺ സ്നോ പറയുന്നുണ്ട്, ഞാൻ വരാം അങ്കിൾ എന്ന് പറയുമ്പോൾ, നീ ആയിട്ടില്ല, നീ ഇനി കുറച്ചും കൂടി ആയാൽ മാത്രമാണ് നിനക്ക് എൻ്റെ കൂടെ വരാൻ വേണ്ടി സാധിക്കുള്ളൂ എന്ന് അങ്കിൾ നമ്മുടെ ജോൺ സ്നോനെ പറഞ്ഞ് മനസ്സിലാവുകയാണ് കേട്ടോ. ശരിക്കും ആ വാളിൻ്റെ ബാക്കിൽ എന്താണെന്ന് നിങ്ങൾക്ക് വഴിയെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇതേ സമയത്ത് നമ്മുടെ ടൈരൻ ലാൻസ്റ്റർ അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിക്കുകയാണ്. ടൈരനെ ആണെങ്കിൽ കിട്ടിയ ഒരാളെ വെച്ച് ഇങ്ങനെ കത്തിയൊക്കെ പറഞ്ഞ് ചിരിച്ചും കാര്യമില്ല കളിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ അങ്കിൾ ബെഞ്ചിൻ അങ്ങോട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് അങ്കിൾ ബെഞ്ചിൻ നമ്മുടെ ടൈരനോട് പറയുന്നത്, നിങ്ങൾക്ക് ചിരിച്ച് കളിക്കാൻ പറ്റിയ സ്ഥലമൊന്നുമല്ല ഇത്, കാരണം ഇവിടെ ട്രെയിൻ ചെയ്യുന്ന പകുതി ആൾക്കാർ പോലും ഈ ട്രെയിനിങ് കഴിയുന്നതിന് മുമ്പ് ജീവിച്ചിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണെന്ന് പറയുമ്പോൾ നമ്മുടെ ടൈരൻ പറയുന്നത്, നിങ്ങൾ പറയുന്ന വൈറ്റ് വാക്കേഴ്സ് ഒക്കെ ഒരു കഥയാണ്, അവരൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഞാനിത് അനുഭവിച്ചതാണ്, നീ ഇതൊക്കെ അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഓക്കെ ബൈ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അവിടെ നേരെ സീൻ കട്ടായിട്ട് കാണിക്കുമ്പോൾ ഡെനേരീസിനെയാണ് കാണിക്കുന്നത്. ഡെനേരീസ് ഇപ്പോൾ ഗർഭിണിയാണ്. അത് കാൾ ഡ്രാഗനോട് പറയുകയാണ്. അപ്പോൾ കാൾ ഡ്രാഗോക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്, ഞാൻ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഡെനേരീസിനെ ചെറുതായിട്ടൊന്ന് ചുംബിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നേരെ സീൻ കട്ടായിട്ട് കാണിക്കുന്നത് നമ്മുടെ ജോൺ സ്നോനെയാണ്. ജോൺ സ്നോയുടെ അടുത്ത് യാത്ര പറയാൻ വേണ്ടി നമ്മൾ ടൈരിയം വന്നിരിക്കുകയാണ് കേട്ടോ. നിൻ്റെ അനിയൻ്റെ അടുത്ത് അതായത് ബ്രാൻ്റെ അടുത്ത് എന്തെങ്കിലും സന്ദേശം ഞാൻ പറയണമെന്ന് ചോദിക്കുമ്പോൾ പറയണം, ഞാൻ നിന്നെ ഒരിക്കലും മറന്നിട്ടില്ല ബ്രാൻ, ഞാൻ എപ്പോഴും നിന്നെ ഓർക്കാറാണ്, ഞാൻ തിരിച്ചു വരുമെന്നൊക്കെ നമ്മുടെ ജോൺ സ്നോ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് നമ്മുടെ ടൈരനോട്. അങ്ങനെ ടൈരൻ ഓക്കെ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന്, അതായത് അവിടെ നിന്ന് നേരെ പോകുന്ന സീൻ കട്ടായിട്ട് നമ്മുടെ ആര്യക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാർക്കാണെങ്കിൽ ഒരാളെ ഏൽപ്പിച്ച് കൊടുക്കുകയാണ്, അതായത് ഫൈറ്റ് പഠിക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ആര്യക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. അങ്ങനെ ആര്യ ഫൈറ്റ് ചെയ്യുന്നതെല്ലാം നമ്മുടെ സ്റ്റാർക്കിനെ നോക്കി നിൽക്കുകയാണ്. ആ നോക്കി നിൽക്കുന്നതോട് കൂടി കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത്, അതായത് നമ്മുടെ സ്റ്റാർക്ക് ഇനി എന്തായിരിക്കും അടുത്തത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ലിറ്റിൽ ഫിംഗർ എന്തായാലും അടുത്ത് ചെയ്യാൻ പോകുന്നത്, എല്ലാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയണം. അടുത്ത എപ്പിസോഡ് കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചെറിയൊരു ബൈ ബൈ.